നിയമത്തിന്റെ ബേസിസിൽ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് തോന്നും ചില നിയമങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു സ്റ്റുപ്പിഡ് ലോ ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും ഇങ്ങനെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറയാറുള്ളത് ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ്. അത് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. ശരിക്കൊരു കാര്യം, നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒരാളുടെ ലൈഫിലേക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ അതിന് ഓഫ് കോഴ്സ് എനിക്ക് പണം കിട്ടും. ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് അല്ല, ക്ലയൻസിനെ കിട്ടും, ക്ലയൻസ് ലക്ഷങ്ങൾ പേ ചെയ്യും, ഇതൊക്കെ അതിലുണ്ട്, ഇതിലൊക്കെ നമ്മൾ ഹാപ്പിയാവും. പക്ഷെ അതിനേക്ക് ഹാപ്പി ഒരു പണവും കിട്ടാണ്ട് ചിലവർ നമുക്ക് വന്നിട്ട് ഇന്നൊരു സാധനം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടോ. നമ്മൾ ഈ ടാക്സ് കൺസൾട്ടന്റ് എന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർവീസുകളും എനിക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ടാക്സ് കൺസൾട്ടന്റ് ചെയ്തു കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് പ്രോപ്പറായിട്ട് ആക്ച്വലി ആർക്കും അറിയില്ല. മെയിനായിട്ട് പൊതുവെ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടാക്സ് കൺസൾട്ടന്റ് കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? ഗുഡ്. ടാക്സ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ടാക്സ് റിലേറ്റഡ് ആയ കൺസൾട്ടൻസികൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും പുള്ളിക്ക് ചെയ്യാൻ പറ്റണം ശരിക്കും. കാരണം ടാക്സ് നോളേജ് ഉള്ള, ടാക്സിൽ ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ്ഡ് നോളേജ് ഉള്ള ഒരാളെ ടാക്സ് കൺസൾട്ടന്റ് ആവാൻ പാടുള്ളൂ. അയാളെ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് ടാക്സ് റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. ഇനി നമുക്കൊരു മിത്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ആൾക്കാർ, അതായത് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റിന്റെ സർവീസ് എടുക്കാൻ വരുന്നവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവരുടെ ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് റിട്ടേൺ ഫയലിംഗ് എന്നുള്ളൊരു ജോലിയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു 10 lakhs ഇൻകം ഒരു കൊല്ലം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ കൊല്ലം കഴിഞ്ഞ് വന്ന് എൻ്റെ അടുത്തേക്ക് വരും, സാർ ഇതിന്റെ റിട്ടേൺ ഒന്ന് ഫയൽ ചെയ്ത് തരണം, എന്തെങ്കിലും ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വരും. ഈ ഒരു ജോലി മാത്രമാണ് നമ്മുടെ ജോലി എന്നാണ് ശരിക്കും പുറത്തുള്ളൊരു മിഥ്യാധാരണ. ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഞാനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പൊ ദർശന 10 lakh rupees ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് എമൗണ്ട് ടാക്സ് വരും. ഫോർ ആൻ എക്സാമ്പിൾ നമുക്കൊരു 1 lakh ടാക്സ് ലയബിലിറ്റി വരുന്നു എന്ന് വെക്കാം. ഏതെങ്കിലും രീതിയിൽ നിയമത്തിൽ തന്നെ സെക്ഷൻസും എക്സംഷൻസും ഡിഡക്ഷൻസും ബെനിഫിറ്റുകളൊക്കെ എടുത്താൽ ചിലപ്പോൾ ഈ 1 lakh അടയ്ക്കാതെ തന്നെ ദർശനയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് കസ്റ്റമറെ എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കൊരു ടാക്സ് കൺസൾട്ടന്റിന്റെ ടാർഗറ്റ്. കാര്യം ഇത് കോമൺ മാനിന് അറിയില്ല. നിയമത്തിൽ ഇങ്ങനത്തെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഇത് എല്ലാറ്റിലും ഉണ്ട്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ആണെങ്കിലും, ടീച്ചിങ് ബിസിനസ് ആണെങ്കിലും, ഹോസ്പിറ്റൽ സെക്ടർ ആണെങ്കിലും, സിനിമാ മേഖലയിലത്തെ സെലിബ്രിറ്റീസിന്റെ കേസ് ആണെങ്കിലും ഒക്കെ നിയമം തന്നെ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് ടാക്സ് അടയ്ക്കാതിരിക്കാനും കുറവ് ടാക്സ് അടയ്ക്കാനും. പക്ഷെ ഇതൊന്നും അറിയാതെ ആൾക്കാർ അടച്ചടച്ചടച്ച് പോകും. ആ പോകുന്നതിനെ സ്റ്റോപ്പ് ചെയ്ത് വേണ്ട ടാക്സ് മാത്രം അടപ്പിക്കുക എന്നുള്ളതും ശരിക്കും ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ പണിയാണ്. കാര്യം ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഇവർ ഹാർഡ് ഏൺ ചെയ്ത പണിയാണ്. ഓഫ് കോഴ്സ് ഇവര് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു പണമാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അതും ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ ജോലിയാണ്. ഞാൻ എന്നോട് എന്താണ് മെയിൻ ജോലി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ പ്രിഫർ ചെയ്യപ്പോഴും ടാക്സ് പ്ലാനിങ് എന്നുള്ളത് തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് പ്ലാനിങ് സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ടാക്സ് കൺസൾട്ടന്റ്. കാര്യം അത് വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ അറിയില്ല. ഇപ്പൊ ഈവൻ പല ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലയന്റ് വരുന്നു ഇങ്ങനെയാണെന്ന് പറയുന്നു, എത്രയാണോ ഫസ്റ്റ് ഇനീഷ്യലി വരുന്ന ഒരു ടാക്സ് കാൽക്കുലേഷൻ അത് അടപ്പിക്കുന്നു, തീർക്കുന്നു. അങ്ങനെയല്ല, അതിൽ നമ്മൾ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണം. നിയമത്തിൽ നമ്മൾ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് ലയബിലിറ്റി നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റും. നിയമപരമായിട്ട്, ഇല്ലീഗലി അല്ല, നിയമപരമായിട്ട് കുറച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് ഒരു കൺസ്യൂമറെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ടാക്സ് കൺസൾട്ടന്റ്. ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞ ആരാണ്? ഒരു രോഗം വന്നു, ആ രോഗത്തിന് ചികിത്സിച്ച് മാറ്റുന്ന ഒരാളാണ്. ജസ്റ്റ് മരുന്നെഴുതുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ നമ്മൾ റിട്ടേൺ ഫയലിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യാം. ജസ്റ്റ് മരുന്നെഴുത്ത് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയലിംഗ് ഈസ് ഇനഫ്. ബട്ട് അതും കഴിഞ്ഞിട്ട് അയാളുടെ ആ അസുഖം മാറ്റുക അല്ലെങ്കിൽ അയാളെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഡോക്ടറുണ്ട്. അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ടാക്സ് കൺസൾട്ടന്റ്. വലിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരാണ്ട് അല്ലെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ ക്രഞ്ച് വരാതെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാനറും ടാക്സ് കൺസൾട്ടന്റ് ആണ്. അപ്പൊ ആദ്യം ഒന്നും ടാക്സിനെ പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും. ഇപ്പൊ സാറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ച് ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഈ ടാക്സ് രംഗത്ത് അല്ലെങ്കിൽ ഈ ടാക്സ് മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടോ? നിയമത്തിന്റെ ബേസിസിലാണോ? നിയമത്തിന്റെ ബേസിസിൽ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് തോന്നും ചില നിയമങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു സ്റ്റുപ്പിഡ് ലോ ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറെ അതില് ഹ്യൂമിലേറ്റഡ് ആയിട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ കാര്യമില്ല. കാര്യം ഒരു ലോ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ടീഡിയസ് ജോബാണ്. അത് ഈസി അല്ല.
പലതും കാണുമ്പോൾ തോന്നും. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചു കാലം മുമ്പ് വരെ ഈ ഹോസ്റ്റൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് വരെ GST കളക്ട് ചെയ്യുന്ന ലോ ഒക്കെ വന്നിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴേ നമുക്കറിയാം ഇതൊക്കെ ശരിക്ക് പബ്ലിക് ഇൻട്രസ്റ്റിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ. കാര്യം ആ ഒരു സ്റ്റേജിൽ 1500 അല്ലെങ്കിൽ 2000 GST കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം വലിയ എമൗണ്ട് ആണ്. അപ്പം അങ്ങനെ പല നിയമങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും. ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പുള്ളി നഷ്ടപരിഹാരം ചോദിച്ചു. ആക്സിഡന്റിന് കാരണക്കാരനായ ആളുടെ കോടതി നഷ്ടപരിഹാരം വിധിച്ചു, ഏകദേശം 50 lakhs അടുത്ത് വിധിച്ചു. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചത്, സാർ ഞാൻ ഇതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ്. ടാക്സ് അടയ്ക്കണം, അതാണ് നിയമം. പക്ഷെ അയാൾക്ക് ആക്സിഡന്റ് പറ്റി അയാൾ ഇത്രയും കാലം 5-6 കൊല്ലം ജോലി ഇല്ലാണ്ട് ഇരുന്നു, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു, അപ്പൊ കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ്. അതിനും നികുതി അടയ്ക്കണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും ഇതൊക്കെ വേണം. ഇന്നിപ്പോ രാവിലെ അയച്ച മെസ്സേജാ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് അവരോട് പറയുമ്പോഴും നമുക്ക് വിഷമമാണ്. പുള്ളി പറയുന്നത് സോ സാഡ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. ബട്ട് എന്താ ചെയ്യാൻ പറ്റുക? നിയമം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ, ഫോഴ്സ്ഫുള്ളി പറയുന്ന പോലെ ഒരു സ്ഥലം വീടൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വന്നൊരു പോയിന്റിൽ, അത്രയും ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നൊരു പോയിന്റിൽ, ചിലപ്പോൾ മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനത്തെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ള വെക്കും, അവിടെ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇത് ഹ്യൂമാനിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇമോഷൻ വേറെ, നിയമം വേറെ. അതങ്ങനെ കാണണം, കണ്ടേ പറ്റൂ. നമ്മുടെ നാടാണ്. പിന്നെ നമ്മൾ കാരണം കൊണ്ട് ചേഞ്ച് വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചേഞ്ചും വരാൻ പോണില്ല. നമ്മൾ കുറെ അതിനെ എതിർത്തിട്ടോ അല്ലെങ്കിൽ ഈ നിയമം മോശമാണെന്ന് പറഞ്ഞിട്ടോ അതിലൊരു മാറ്റമൊന്നും വരാൻ പോണില്ല. നമ്മൾ അതിന്റെ വഴിക്കും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? മാക്സിമം ഉള്ള ഓപ്ഷൻസ് എല്ലാം എടുത്തിട്ട് ടാക്സ് ബർഡൻ കുറച്ച് കൊടുക്കാം ക്ലയന്റിന്. മാക്സിമം ടാക്സ് അടയ്ക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം, അത്രയെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ. ഇനി കുറേ ആളുകൾ അവർക്കൊരു ആഗ്രഹമാണ്, എനിക്ക് ടാക്സ് പ്രോ അഭയനെ പോലെ ആകണം. ആ ഒരു റോൾ മോഡൽ വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് അതുവരെ എത്താൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ആ റേഞ്ച് വരെ എത്താൻ അവർ ചെയ്യേണ്ട എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലൂടെ പോകണം, എന്തെങ്കിലും കോഴ്സസ് അവർ എക്സ്ട്രാ പഠിക്കണോ, എന്തൊക്കെ നോളേജിലേക്ക് എത്തിയാലാണ് അവർക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് പറ്റുക? ശരിക്കും ഇങ്ങനെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറയാറുള്ളത് ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ്. അത് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. ശരിക്കൊരു ഗോൾഡൻ കരിയർ ആണ്. കാര്യം നമുക്കിപ്പോൾ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവൻ ഒന്നും പണിയെടുക്കേണ്ട നല്ലൊരു എമൗണ്ട് ഓഫ് റവന്യൂ കിട്ടാൻ നമുക്കൊരു കൃത്യമായ നോളേജ് ഉണ്ട്, നമുക്കൊരു ടാക്സ് പ്ലാനിങ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 minutes മതി നമുക്ക് നല്ലൊരു റവന്യൂ ചെയ്യാം. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ജോലി സ്ഥലത്ത് പോയി രാവിലെ 9 to 5 കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു കൊല്ലം ഉണ്ടാക്കുന്ന സമ്പാദ്യം ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ മണിക്കൂറിന്റെ ഒരു സർവീസിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഇറ്റ് ഈസ് എ ഗോൾഡൻ കരിയർ. കറക്റ്റാണ്. നല്ല റിവാർഡിങ് ആണ്, നല്ല റെസ്പെക്ട് കിട്ടും. നമ്മുടെ എന്താ പറയാ വർക്കിംഗ് ടൈം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആവും, നമുക്ക് തോന്നുമ്പോൾ പണിയെടുത്താൽ മതി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഗോൾഡൻ കരിയർ ആണ്. കാരണം അവർ കുട്ടികൾ പറയുമ്പോൾ തന്നെ അവർക്ക് അക്കൗണ്ടിങ് മേഖലയിൽ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിലൊക്കെ പറയുന്നത് ടാക്സ് റിലേറ്റഡ് ആയിട്ട് ജോലി കിട്ടുമോ, അവർക്ക് അതിൽ കുറച്ചും കൂടെ സാലറി കൂടുതൽ കിട്ടും ഒരു തോന്നലുണ്ട്. എക്സാക്ട്ലി, സാലറിയും കൂടുതൽ കിട്ടും. ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ റിവാർഡിങ് ആണ് മൊത്തത്തിൽ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഭയങ്കര റിച്ച് ബിസിനസ്മാൻമാരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നല്ല ഹൈലി ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരായിരിക്കും നമ്മുടെ ക്ലയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ റവന്യൂ അതിനനുസരിച്ച് കൂടും. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കരിയർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 5 minute മതി നല്ലൊരു റവന്യൂ ഏൺ ചെയ്യാൻ. ആ 5 minute എക്സിക്യൂട്ട് ചെയ്യേണ്ട നോളേജ് ഉണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരുപാട് രാത്രികളും പകലുകളും ഇരുന്ന് വായിക്കേണ്ടി വന്നേക്കാം. അപ്പം നിയമപുസ്തകത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പാത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ബേസിക് ആയ കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കടന്നു വരുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും, ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചു എന്താണ് ടാക്സ് കൺസൾട്ടന്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആസ് എ കൺസ്യൂമർ നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നത് ഈവൻ ടാക്സ് ഫീൽഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും എന്താണ് ടാക്സ് കൺസൾട്ടന്റ് എന്ന് അറിയില്ല. ഇപ്പൊ അവരോട് ചോദിച്ചാലും മേ ബി പഠിക്കണം ടാക്സ് എന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ഒരാളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ അതൊരു മിസ്റ്റേക്കാണ്. അതും കടന്ന് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ ടാക്സ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ള മേഖലയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ് ആദ്യം പോകണം ഈ സ്റ്റുഡൻറ്റിന്. അതായത് ചിന്ത ആദ്യം പോകണം. ഓക്കെ, ഇങ്ങനെയൊക്കെ മേഖലകളുണ്ട്, ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള ചിന്ത പോയിട്ട് ആ ചിന്തയിൽ നിന്നാണ് ഏത് കരിയർ വേണം എന്നുള്ള ഒരു ഉദ്ദേശം അയാൾക്ക് വരേണ്ടത്. അപ്പോൾ ഓഫ് കോഴ്സ്
നമുക്ക് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ലോല് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാക്കുക. അതിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ കാരണം കൊണ്ട് കോളേജിൽ നിന്ന് കിട്ടില്ല. ഓഫ് കോഴ്സ് കോളേജിൽ പോയിട്ട് ഒരു കാര്യമില്ല. തിയറട്ടിക്കലി ഉള്ള ഈവൻ തിയറട്ടിക്കലി ഉള്ള നോളേജ് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാനൊക്കെ BCom BBA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ബേസിക് നോളേജ് പോലും ഇല്ല. അത് അവരുടെ കുറ്റമല്ല, ഫാക്കൽറ്റീസിന്റെ കുറ്റമാണ്. ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യമാണ്, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുറ്റമാണത്. അപ്പോൾ BCom BBA കോളേജുകളിലൊക്കെ പ്രോപ്പറായിട്ട് ടാക്സ് പഠിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ടാക്സ് എക്സ്പേർട്സിനെ കിട്ടുമായിരുന്നു. അത് പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ പഠിപ്പിക്കുന്നവർക്ക് അറിയില്ല ഇതിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ പുറത്ത് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമുകളിൽ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസിന്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനത്തെ ഒക്കെ രീതിയിൽ പ്ലാൻ ഇതിൽ ഇറങ്ങി പണിയെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ നിന്നാണ് എനിക്ക് എല്ലാ നോളജും കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഹിരയങ്കി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസി ഫേമിൽ 3 കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. GSTയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അഡ്വക്കേറ്റ്സിനോടും സംസാരിക്കുന്ന ഒരാളാണ്. ബേസിക്കലി ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡിലുള്ള ഒരു അഡ്വക്കേറ്റ്സും തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കയ്യിൽ ഒരു കേസ് കിട്ടിയാൽ നിയമത്തിൽ എന്തെങ്കിലും വഴികളുണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ള രീതിയിലാണ് അവർ നോക്കുക. പക്ഷെ അഡ്വക്കേറ്റിന്റെ അടുത്താണ് ആ കേസ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആദ്യം അവർ നോക്കുക ഈ നിയമം എഴുതി വെക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ടോ എന്നുള്ളതാണ്. സോ അവിടെ തന്നെ തോട്ട് പ്രോസസ്സിൽ 2 മാറ്റങ്ങൾ വന്നു. ഞാനെപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നിങ്ങൾ ടാക്സ് നോളേജ് വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂടെയോ ടാക്സ് കൺസൾട്ടന്റിന്റെ കൂടെ വർക്ക് ചെയ്തോളൂ. കൂട്ടത്തിൽ ഒരു അഡ്വക്കേറ്റിന്റെ കൂടെയും കൂടി വർക്ക് ചെയ്യാൻ കുറച്ച് നിയമവശങ്ങളും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടി ട്രൈ ചെയ്യാൻ ഞാൻ വേണ്ടി പറയും. അപ്പൊ അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കരിയർ. പിന്നെ വായന ഓഫ് കോഴ്സ് എനിക്കൊന്നും ഇല്ലാത്ത ശീലമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടായേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും നമ്മൾ വായിച്ചാൽ തന്നെ നോളജ് കിട്ടും. അത്രയും കഷ്ടപ്പെട്ടാൽ ഏകദേശം ഈ ടാക്സ് പ്രോ അല്ലല്ലേ ഇതിനേക്കൊക്കെ എത്രയോ മുകളിലെത്താം. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഓഫ് കോഴ്സ് ഈ ഫീൽഡ് ഗോൾഡൻ ഫീൽഡാണ്. ആൾക്കാർക്ക് കടന്നു വരാം. കുറെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ആവശ്യമുണ്ട്. സ്ട്രഗിൾ ചെയ്താൽ എത്താവുന്നതുമാണ്, സിമ്പിൾ ആയിട്ട് എത്താവുന്നതുമാണ്. ഈ ഒരു ചെറിയ ഏജിൽ തന്നെ അപ്പോൾ ഈ ഒരു നിലവരെ എത്തി. ഇതിന്ന് ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം ചിലർ, ഞാൻ പറയുന്ന റൂമറായിട്ട് കേട്ടതാണ്, അതായത് ഈ ഒരു ചെറിയൊരു ഏജിൽ എത്തി എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നല്ലോണം ഉണ്ട്, എന്നാൽ മാത്രമേ ഈ ഒരു ഏജിൽ എത്തുള്ളൂ, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വരാൻ ഈ ഒരു ഏജിൽ എന്തായാലും ഈ ഒരു രീതിയിലേക്ക് എത്തില്ല എന്ന് കുറച്ച് പേര് റൂമേഴ്സ് ആയിട്ട് പറയുന്നത് കേട്ടു. അപ്പം എന്താണ് ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നും ഉണ്ടായ ഒരു സപ്പോർട്ട്? എങ്ങനെയാണ്, ഒറ്റയ്ക്കാണോ വന്നത്, ഫാമിലി സപ്പോർട്ടിൽ നിന്നാണോ ഈ ഒരു നിലയിലേക്ക് എത്തിയത്? ഫാമിലിയുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റ മോനാണ്. എന്റെ ഡിസിഷൻസിനനുസരിച്ച് അവർ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് പറയാം. ബട്ട് മോണിറ്ററി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഒരു മിഡിൽ ക്ലാസ് എന്ന് വന്ന ആളാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു. നമുക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ഒരു ഇൻകം സോഴ്സ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ഒരു ലക്ഷറി ലൈഫൊന്നും ആയിരുന്നില്ല, മിഡിൽ ക്ലാസ് ജീവിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിലേക്ക് ഞാൻ കയറി വരുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് ഇത്രയും ഒരു പണം മേടിച്ചിട്ട് തുടങ്ങിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പണം മേടിച്ച് തുടങ്ങിയൊരു പ്രൊഫഷനോ ഒന്നുമല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇത് മാത്രമായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും ഞാൻ തന്നെ കഷ്ടപ്പെട്ട് മേടിച്ച സാധനങ്ങളായിരുന്നു. അല്ലാണ്ട് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് തുടങ്ങിയൊരു പ്രൊഫഷനല്ല. ഒന്നാമത് ഒരു സർവീസ് സെക്ടർ ആവുകൊണ്ട് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു റൂമും ഒരു ലാപ്ടോപ്പ് ഒരു മൊബൈലും ഉണ്ടെങ്കിൽ കാര്യം കഴിയും. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്ലയൻസിനൊന്നും എനിക്ക് ഒരാൾ കൊണ്ടുവന്ന ക്ലയൻസ് അല്ല, എല്ലാവരും എന്നെ അന്വേഷിച്ച് വന്ന ക്ലയൻസ് ആണ്. ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്നെ അന്വേഷിച്ച് വന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്ക് മെന്റലി ഹ്യൂജ് സപ്പോർട്ട് ഫാമിലിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും ഫാമിലിയുടെ എല്ലാവരും തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഈവൻ കസിൻസ് ആണെങ്കിലും മേമ്മമാരാണെങ്കിലും വല്യമ്മമാരാണെങ്കിലും ഒക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആരും എന്നെ ഒരു മോശം തീർച്ചയായും പലർക്കും ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറയുന്ന ഇഷ്യൂ വരും. പിന്നെ നാട് മാറി നിൽക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്ന ഇഷ്യൂ വരും. എനിക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മെന്റൽ സപ്പോർട്ട് ഹ്യൂജ് ആയിരുന്നു. ആ സപ്പോർട്ടിന്റെ ഒരു ബലത്തിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഫിനാൻഷ്യലി അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കും അറിയാം. അങ്ങനെ നമ്മൾ വലിയൊരു ബിസിനസ് ഒരു 10 lakhs 20 lakhs ബിസിനസ് തുടങ്ങാൻ ഉള്ളൊരു കപ്പാസിറ്റി ഒന്നും അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ 20 lakhs എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എമൗണ്ട് അല്ല. പക്ഷെ അന്ന് അതൊക്കെ ഒരു മെറ്റീരിയൽ എമൗണ്ട് ആണ് തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കത് ഫാമിലിയോട് ചോദിക്കാനും പറ്റില്ല.
അപ്പോൾ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല എനിക്ക് തുടങ്ങുമ്പോൾ. ഫാമിലിയുടെ അടുത്ത് നിന്ന് പൈസ കിട്ടിയിട്ട് വേണം തുടങ്ങാൻ എന്നുള്ളത്. സ്വന്തം കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ഞാനൊരു പ്രൗഡായിട്ട് വേണമെങ്കിൽ പറയാം, ഞാനൊരു 20 വയസ്സിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. വീട്ടിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു വലിയ കാര്യമായിട്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വയമായിട്ട് തന്നെ അതിന്റെ ഒരു ആശ്വാസം വീട്ടുകാർക്കും ഉണ്ട്. മേ ബി അതിന്റെ ഒരു റിലീഫ് അവർക്ക് അവരുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് ആ അവാർഡ് ഹോൾഡറും കൂടെ ആയപ്പോൾ പാരന്റ്സ് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ടുള്ള ഉറപ്പായിട്ടും കാര്യം അവിടെ നമുക്ക് അവാർഡ് തന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഇവരുടെയൊക്കെ റോൾ മോഡൽസ് ആണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ ഞാൻ സാറുടെ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആ സാധനം പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ ടാക്സും കൂടെ ഞാൻ സാർക്ക് പേ ചെയ്യുന്നുണ്ട്. സാർ അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്തില്ലെങ്കിൽ, ഒരു സപ്ലയർ എന്നുള്ള രീതിയിൽ ഗവൺമെന്റിലേക്ക് പേ ചെയ്തില്ലെങ്കിൽ അത് എന്നെ ബാധിക്കുന്നുണ്ടോ? ശരിക്കും ഇതിൽ 2 രീതിയിൽ ആൻസർ ചെയ്യാം. ഒന്ന്, ദർശന ആസ് എ റെസിപ്പിയന്റ്, ദർശന ഒരു ബിസിനസ് ചെയ്യുന്ന ആളല്ല, സാധാരണ ഒരാളാണ്. 2, ദർശന ആസ് എ റെസിപ്പിയന്റ്, ദർശന ഒരു ബിസിനസ് ഓണറാണ്. ഈ 2 കേസുകൾ വരാം. ഇപ്പൊ ഞാനാണ് സപ്ലയർ. ഞാൻ ഫോർ ആൻ എക്സാമ്പിൾ ദർശനയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്നു. സാധാരണ ഒരു വ്യക്തിയാണ്. ഇപ്പൊ ദർശനം എന്ത് ചെയ്യും, വരുന്നു, 10,000 രൂപയുടെ ഫോണാണെങ്കിൽ 10,000 പ്ലസ് ടാക്സ് കൂടി പേ ചെയ്യുന്നു, പോകുന്നു, മൊബൈൽ മേടിക്കുന്നു, പോകുന്നു. പ്ലസ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റൗണ്ട് ഫിഗർ 2,000 വെക്കാം. 2,000 GST കൊടുക്കുന്നു, 12,000 പേ ചെയ്യുന്നു, പോകുന്നു. ഈ 2,000 ഞാൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ദർശനയ്ക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയില്ല. ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ഞാൻ കൊടുത്താൽ കൊടുത്തു, ഞാനത് സപ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തില്ല. ഇത് അതിന് ശേഷം ദർശന ഫോളോ അപ്പ് ചെയ്ത് വരാനോ അല്ലെങ്കിൽ കൊടുത്തോ എന്ന് ചോദിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. വേണമെങ്കിൽ പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൊക്കെ പോയിട്ട് അങ്ങനത്തെ കേസുകളൊക്കെ കൊടുത്തിട്ട് വേണം വരാൻ. അതിനൊന്നും ദർശനം നിൽക്കില്ല, സാധാരണക്കാരും നിൽക്കില്ല. അപ്പൊ ആ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ. പക്ഷെ ദർശനം ചോദിച്ചത് കൊടുക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നിടത്ത് ദർശനയ്ക്ക് ഒരു പ്രശ്നമില്ല. കാര്യം ദർശനയുടെ ഡ്യൂട്ടി എനിക്ക് ടാക്സ് തരുന്നിടത്തോട് കൂടി കഴിഞ്ഞു. അത് ഞാൻ ഗവൺമെന്റിലേക്ക് കൊടുക്കാന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ കൊടുത്തില്ല എന്നത് ഗവൺമെന്റ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് പ്രശ്നം വരാം. ഞാൻ അടച്ചതുകൊണ്ട് ഇഷ്യൂ വരാം. നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണ്. ഇപ്പൊ എൻട്രി ആണ് എൻ്റെ അടുത്തുനിന്ന് മൊബൈൽ ഫോൺ മേടിക്കുന്നത്. എൻട്രിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് നിങ്ങൾ വന്നിട്ടാണ് മേടിക്കുന്നത്. എൻട്രിയുടെ പേരിലാണ് മേടിക്കുന്നത് എന്ന് വിചാരിക്കുക. അതേ കേസിൽ ഈ 10,000 പ്ലസ് GST 2,000 കൂടിയിട്ട് നിങ്ങൾ തന്നു. ഈ 2,000 ഞാൻ കൊടുത്തോ ഇല്ലെന്ന് അറിയാനുള്ള മെക്കാനിസം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അതാണ് GST പോർട്ടലിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സിൻസ് യു ആർ എ രജിസ്റ്റേർഡ് ബിസിനസ് ഓണർ, GST രജിസ്റ്റേർഡ് ആയ ഒരു ബിസിനസ് ഓണർ ആവുകൊണ്ട് അതിനുള്ള മെക്കാനിസം ഉണ്ട്. കാര്യം ഞാൻ ഇത് 2,000 രൂപ ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ എൻട്രിയുടെ പേര് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ അതറിയാം, ഈസിലി റെക്കഗ്നൈസ് ചെയ്യാം. ഇനി ഇത് ഞാൻ കൊടുക്കാതിരുന്നാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എൻഡ് ക്വറി. ഈ സാധനം ശരിക്കും 2,000 രൂപ ദർശന എനിക്ക് പേ ചെയ്യുമ്പോൾ, ദർശന രജിസ്റ്റേർഡ് ഓണർ ആണെങ്കിൽ ഈ 2,000 ശരിക്കും ദർശനയ്ക്ക് തിരിച്ചെടുക്കാം എന്നാണ് നിയമം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് ഇതിനെ പറയാം. അതായത് ദർശനയുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മേടിച്ചൊരു സാധനമാണ്, അതിന്റെ മുകളിൽ കൊടുത്ത GST ദർശനയ്ക്ക് തിരിച്ചെടുക്കാം. എപ്പോൾ മാത്രം? ഞാൻ പേ ചെയ്താൽ മാത്രം. പക്ഷെ ഇത് സിസ്റ്റത്തിലെ ചില അപാകതകൾ കാരണം ഇത് കറക്റ്റായിട്ട് നമ്മുടെ ടാക്സ് തന്നെയാണോ ഇത് പേ ചെയ്തതെന്നുള്ളൊരു ലിങ്ക് ഒന്നും കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം പോർട്ടലില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഞാൻ പേ ചെയ്തില്ലെങ്കിലും നിങ്ങളിത് എടുക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്നു. ഞാൻ 2,000 കൊടുത്തില്ലെങ്കിലും ദർശനം എന്താ വിചാരിക്കണേ, ഞാൻ പുള്ളിക്ക് കൊടുത്തല്ലോ ടാക്സ്, അപ്പൊ എനിക്കിത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഈ 2,000 ക്ലെയിം ചെയ്തെടുക്കുന്നു. ഇവിടെ ദർശനയ്ക്ക് പ്രശ്നം വരും. ഞാനിത് ഗവൺമെന്റിലേക്ക് കൊടുത്താലേ ദർശനം എടുക്കാവൂ. പക്ഷെ സമൂഹത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഞാനിത് കൊടുത്തില്ലെങ്കിലും ദർശനം അത് ക്ലെയിം ചെയ്തെടുക്കും. എനിക്ക് തന്നല്ലോ എന്നുള്ള ബിലീഫിൽ, ഞാൻ കൊടുക്കുമല്ലോ എന്നുള്ള ബിലീഫിൽ അവിടെ ദർശനയ്ക്ക് ലയബിലിറ്റി വരും. അത് എടുക്കാൻ പാടില്ല എന്നാണ് നിയമം വരുന്നത്. ഇപ്പൊ 2 കേസിലും 2 ഡിഫറെന്റ് ലോ ആയിട്ട് അങ്ങനെ ബാധിക്കും ദർശന ആസ് എ റെസിപ്പിയന്റ്. പക്ഷെ സാധാരണ ഒരാളാണെങ്കിൽ ബാധിക്കില്ല. അപ്പൊ ഈ കേസിൽ സെക്കൻഡ് കേസിൽ ദർശനം എന്ത് ചെയ്യും? ദർശനം എന്നെ ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കും, അടക്കി എന്ന് പറഞ്ഞിട്ട് ഫോളോ അപ്പ്. അപ്പൊ എന്താവും? ഞാൻ അടയ്ക്കും, ഓട്ടോമാറ്റിക്കലി ഞാൻ അടയ്ക്കും.
അങ്ങനെയാണ് നമ്മുടെ മെക്കാനിസം. ശരിക്കും ഈ ടാക്സ് മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടി പേ ചെയ്ത ഒരു ടാക്സ് കോഴ്സ് പഠിക്കുന്നതൊക്കെ, പക്ഷെ അതിന്റെ ആവശ്യമില്ലാതെ വേറെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും സാധാരണ ആൾക്കാർക്കാണെങ്കിലും ആക്ച്വലി ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സാർ ഇങ്ങനെ ക്ലാസ്സസ് ആയിട്ട് ട്യൂട്ടോറിയൽ ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയി. നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് വരാൻ കാരണം അതാണ്. ഞാനത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വിചാരിച്ചിരുന്നു എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടാക്സ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് മാത്രമേ ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരിക്കലും അല്ല. അറിയാത്ത ആൾക്കാരും വീട്ടമ്മമാര് എല്ലാ മേഖലയിലുള്ള ആൾക്കാര് നമുക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാവരും ഉണ്ട്. ഈവൻ എന്നെ എല്ലാ ദിവസവും ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ഏറ്റവും ടോപ്പിൽ ഫീഡിൽ വരും വെരിഫൈഡ് അക്കൗണ്ട്സ് ഫോളോ ചെയ്താലാണ് ഏറ്റവും ടോപ്പ് ഫീഡിൽ വരിക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആ ഹാർട്ടിന്റെ സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ വെരിഫൈഡ് അക്കൗണ്ട്സ് ആണ് ആദ്യം വരിക. ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും സെലിബ്രിറ്റീസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതൊരു സിനിമ ഫീൽഡിൽ നിന്നുള്ളവരായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇവരൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു സബ്ജക്റ്റ് ആണ്. ആക്ച്വലി ഡിമാൻഡ് ഉണ്ട്. ഞാൻ തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ച ടാർഗറ്റഡ് ഓഡിയൻസ് അല്ല പിന്നീട് വരുന്നത്. ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം. ഈവൻ GST ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ്, IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് ഒക്കെ ആ ഫോളോ ലിസ്റ്റിൽ ഉണ്ടാവും. ഈവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നവരിൽ GST ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ് ഉണ്ട് പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതിന്റെ റിക്വയർമെന്റ് ഭയങ്കര ഭീകരമാണ് എന്നുള്ളത് നമുക്ക് ആ ഫ്ലോയിൽ കമന്റിലും വരുന്നുണ്ട്. ഇപ്പൊ സാറിന്റെ ഇത് അറിഞ്ഞത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ആൾക്കാർക്ക് അതിന്റെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ടാക്സ് ഇവിടെ സേവ് ചെയ്യായിരുന്നു, ഞാൻ അറിയാണ്ട് ഇത്രയും കൊടുത്തുപോയി, അത് കൊടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നൽ വരുമ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് അതിന്റെ ഗുണം കിട്ടും. ഇപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിനും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും കോണ്ടന്റ് കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗം കിട്ടിക്കാണില്ല. ഡെയിലി ലൈഫിൽ ഉപയോഗം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാര്യം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒരാളുടെ ലൈഫിലേക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ അതിന് ഓഫ് കോഴ്സ് എനിക്ക് പണം കിട്ടും. ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് അല്ല, ക്ലയൻസിനെ കിട്ടും, ക്ലയൻസ് ലക്ഷങ്ങൾ പേ ചെയ്യും, ഇതൊക്കെ അതിലുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഹാപ്പിയാവും. പക്ഷെ അതിനേക്ക് ഹാപ്പി ഒരു പണവും കിട്ടാണ്ട് ചിലവർ നമുക്ക് വന്നിട്ട് ഇന്നൊരു സാധനം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടോ, ഇന്നൊരു സാധനം ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആയി, ഇത്രയും രൂപ ഞാൻ സേവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടും. ഈ BCom BBA ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അവരുടെ അപ്സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെലവൻസ് എത്രത്തോളമാണ് വരുന്നത് ഈ ടാക്സ് മേഖലയിലെ? ഞാനത് വളരെ ഒരു സിമ്പിൾ എക്സാമ്പിളും കൊണ്ട് പറയും. ഇപ്പം നിങ്ങൾ BCom അല്ലെങ്കിൽ MCom തന്നെ കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് കോളേജിൽ നിന്ന് ഇങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷനൊക്കെ കിട്ടി ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് നമ്മുടെ ലുലുവിൻ്റെ ചെയർമാൻ യൂസുഫ് അലിക്ക് വന്നിട്ട് ഒരു സിമ്പിൾ ഡൗട്ട് ചോദിക്കുകയാണ്, ബിസിനസ്സിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഈ സ്റ്റുഡൻറ്റിന് അത് ഒരിക്കലും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. അത്രയും ബ്രില്യൻ്റ് ആണ്, അത്രയും പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ബേസിക് ഡൗട്ട് പോലും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഹൈ എൻഡ് ഡൗട്ടുകൾ നമുക്ക് വിടാം, ഏറ്റവും ബേസിക് ഡൗട്ട് പോലും ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് ഒരിക്കലും ആ കുട്ടി അക്കാഡമിക്കലി സ്ട്രോങ് അല്ലാത്തതുകൊണ്ടല്ല. അക്കാഡമിക്കലി സ്ട്രോങ് ആയിരിക്കാം, റാങ്ക് ഹോൾഡർ ആയിരിക്കാം, BComൽ MComൽ റാങ്ക് ഹോൾഡർ ആയിരിക്കാം. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് ഒരു ബിസിനസ്സുകാരൻ ചോദിക്കുന്ന ഒരു ഡൗട്ടിന് പോലും ചിലപ്പോൾ അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അവിടെ സ്കില്ലില്ലായ്മയാണത്. ഇയാൾ ചോദിക്കുന്ന ഡൗട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ലില്ല, അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ലില്ല, ഇനി അത് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യുക എങ്ങനെയാ, ഗവൺമെന്റിലേക്ക് എത്തിക്കുക എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സ്കിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കാരണം കൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ് കോഴ്സുകളുടെ ഒക്കെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സ്കില്ലില്ലെങ്കിൽ ഔട്ടായി പോകും, ഉറപ്പായിട്ട് ഔട്ടായി പോകും. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം കൊണ്ട് സ്കിൽ ഡെവലപ്മെന്റിന്റെ റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അതിന്റെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ സ്റ്റുഡന്റിന് പുറത്തിറങ്ങിയിട്ട് പുറത്തെ കോഴ്സുകളിൽ നിന്നും അല്ലെങ്കിൽ പുറത്തെ കൺസൾട്ടൻസിൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരികയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ ഏതൊരു ഫീൽഡിലെടുത്താലും അക്കാഡമിക്കലി ഏറ്റവും സ്മാർട്ടായ ആളല്ല ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സംസാരിക്കാനുള്ള കഴിവ്, മാനേജ്മെന്റ്, ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പൈസ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഈ സ്കില്ലുകളുള്ള ആൾക്കാരെ ഏൺ ചെയ്യുള്ളൂ ഏത് മേഖലയിൽ പോയാലും. അപ്പോൾ അക്കാഡമിക്കലി എനിക്ക് പഠിപ്പില്ല അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറവാന്ന് വിചാരിക്കുന്നവർ അങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്നത്തെ സമൂഹത്തിൽ, ഫാസ്റ്റ് ഗ്രോയിങ് സമൂഹത്തിൽ ഒരാൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്കില്ലിന് മാത്രമേ റോളുള്ളൂ. അപ്പോൾ ഈ സ്കില്ലിന്റെ കൂടെ വളർത്തിയെടുക്കേണ്ട ഒരു സാധനമാണ് ശരിക്കും എഡ്യൂക്കേഷൻ. സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ്.
അപ്പം കുറച്ച് നേരം കൊണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.